വൺ ഡേ വൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ ഡേ വണ്ണിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഓരോ നമ്പറിൻ്റെയും 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗ്ഗം എങ്ങനെയാണ്, സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം അല്ലേ. ഞാനിവിടെ 32 എന്ന സംഖ്യയുടെ വർഗ്ഗമാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. 32നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 30+2 എന്ന രീതിയിലോട്ട് അതിനെ മാറ്റി എഴുതും. 34 ആണെങ്കിൽ 30+4, 52 ആണെങ്കിൽ 50+2 എന്ന രീതിയിലോട്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതും. ഇനി നമ്മൾ ഇതിലെ 30നെയും 2നെയും സൂചിപ്പിക്കുന്നതായിട്ട് ഓരോ ബോക്സുകളും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 ബോക്സും ഈ 2 ബോക്സും കാണാൻ വേണ്ടി പറ്റും. 4 ബോക്സാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 32 എന്നതിനെ ഈ ഭാഗത്തെ, അതായത് ഈ 2 കോളത്തെയും ഞാൻ എന്ത് ചെയ്യുന്നു, 30 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേപോലെ ഇതിന് 2നെയും ഞാൻ 2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 30 എന്ന് ഇവിടെ എഴുതുന്നു, 2 എന്ന് ഇവിടെ എഴുതും. ഇപ്പോൾ ഈ 2 കോളത്തെയും സൂചിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരു 30 എന്ന് കൊടുക്കും. ഇവിടെ 30 എന്ന് എഴുതുന്നു, ഇവിടെ 2 എന്ന് എഴുതുന്നു. ഈ റോസിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 30, 2, 30, 2 എന്ന് 2 കോളത്തിൽ 2 രീതിയിൽ മുകളിലായിട്ടും താഴെയായിട്ടൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനെ ഈ ഒരു ബോക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ മുകളിലുള്ളത് 30 ആണ് അല്ലേ. അപ്പോൾ ഈ 30 × 30 എന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 30 × 30. ഓക്കെ, ഇതാണെങ്കിലോ ഇതിൻ്റെ മുകളിലുള്ള 2 ആണ്. 2 ഈ സൈഡിലുള്ളത് എത്രയാണ്, 30 ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു, 30 × 2 എന്ന് കൊടുക്കും. ഇനി ഈ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണിക്കുന്നത് 30 ആണ്, സൈഡിലുള്ളത് 2 ആണ്. സോ നമ്മൾ 30 × 2 എന്ന് വീണ്ടും കൊടുക്കും. ഓക്കെ, 30 × 2. ഇവിടെ അതേപോലെ ആകുമ്പോൾ എന്ത് വരും, മുകളിൽ 2 ആണ്, ഈ സൈഡിൽ 2 ആണ്. സോ 2 × 2. ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അതായത് 30 × 30 എന്ന് പറയുമ്പോൾ 3 × 3 9 ആണ്. പിന്നെ ഇവിടെ 2 സീറോസും കൂടെ ഉണ്ടാവും. 30 × 2 എന്ന് പറഞ്ഞാൽ 60 ആണ്. വീണ്ടും 30 × 2 60 ആണ്. 2 × 2 4 ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഗ്രിഡ് മൾട്ടിപ്ലിക്കേഷനിൽ കിട്ടുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പലർക്കും അറിയാത്തത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക ഈ 900 എന്ന് പറയുന്ന ഒരു സംഖ്യ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ 4 എന്ന് പറയുന്ന ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ ഈ 900 എന്ന് പറയുന്നത് 30 × 30 ആണെന്ന് നമുക്കറിയാം. 30 × 30 ആണ് 900. അതായത് ഒരു ഇപ്പോൾ 30 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ ആണിത് അല്ലേ, വർഗ്ഗമാണ് ഈ 900 എന്ന് പറയുന്നത്. സോ നമ്മൾക്കിതിനെ എങ്ങനെ അനുമാനിക്കാൻ വേണ്ടി പറ്റും, ഇവിടെ 2 സീറോ ആണെങ്കിൽ നമുക്കിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒരു പൂജ്യത്തിൽ എൻഡ് ചെയ്യുന്ന സംഖ്യ ആയിരിക്കും. അതിവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ എന്തായിരിക്കും, തീർച്ചയായും മുകളിലുള്ളത് 1 ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇനി അടുത്ത് നമുക്ക് തരാറുള്ളത് ഈ 4 എന്ന് പറയുന്ന ഈ സംഖ്യയാണ്. ഇതെന്താണ്, ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിൽ 30ൻ്റെ വർഗ്ഗമാണ് ഇവിടെ വരുന്നത്. ഇനി രണ്ടാമത്തെ സംഖ്യ ഏതാണ്, 2 ആണ് അല്ലേ. ആ 2ൻ്റെ വർഗ്ഗമാണ് നമുക്ക് ഈ ലാസ്റ്റ് ബോക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്തതിലെ ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് എവിടെ വരുന്നത്, ഈ ബോക്സിൽ വരുന്നത്. ആദ്യത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് ഈ ബോക്സിൽ വരുന്നത്. രണ്ടാമത്തെ സംഖ്യയുടെ വർഗ്ഗമാണ് ഈ ബോക്സിൽ വരുന്നത്. ഓക്കെ, സിമ്പിളല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഏത് സംഖ്യ ആണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അതുപോലെ നമ്മളിവിടെ 2 സീറോ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം. അപ്പോൾ 9 എന്ന് പറയുന്നത് എന്താണ്, 3യുടെ വർഗ്ഗമാണ്. സോ നമുക്കിവിടെ 3 എന്ന് കൊടുക്കാം. 2 സീറോ ആണെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് വരുന്നത് എന്താണ്, ഈ 2 ബോക്സിലുള്ള കാര്യങ്ങളാണ് അല്ലേ. ആ 2 ബോക്സിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്, ശരിക്കും ആ 2 ബോക്സിലും ഉള്ള കാര്യങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്ത 2 സംഖ്യകളുടെയും ഗുണനഫലമാണ് അല്ലേ. 30 × 2, ഇവിടെയും 30 × 2, രണ്ടും സെയിം തന്നെയായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
സിമ്പിളായിട്ട് നമുക്കിതിനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനപ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ് സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ബോക്സിൽ വരുന്നത് 900 ആണെങ്കിൽ നമുക്കറിയാം 9 എന്തിൻ്റെ വർഗ്ഗമാണ്? 3യുടെ വർഗ്ഗമാണ്. ഇവിടെ 2 0 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ 4 ആണെന്ന് വിചാരിക്കുക. 4 എന്ന് പറയുന്നത് എവിടെയാണ്? 2ൻ്റെ വർഗ്ഗമാണ്. സോ ഇവിടെ 2 ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ഏത് നമ്പറാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തത്, ഏത് നമ്പറിൻ്റെ വർഗ്ഗമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ 30 + 2, അതായത് എത്രയാണ്? 32 ആണെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കാൻ, അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്ക് ഇവിടെയും 60 ആയിരുന്നു, ഇവിടെയും 60 ആയിരുന്നു. അപ്പോൾ 900 + 60 + 60 + 4 എന്ന് നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. ഇനി അത് ഡൗട്ടുള്ളവരാണെങ്കിൽ 900 + 60 + 60 + 4 4 2 10 1024 എന്നാണ് അപ്പോൾ നമുക്കിതിന് ആൻസർ വരിക. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ പോൾ ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോൾ ചെയ്യണം. നമ്മുടെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൻ്റെ ആൻസർ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അയക്കാം. ഓക്കെ, താങ്ക് യു.